നിങ്ങൾക്ക് സംസാരിക്കാൻ ആരുമില്ലേ എങ്കിൽ ഈ ഫ്രണ്ട് ആപ്പിലേക്ക് വരൂ. നിങ്ങൾ ബോർഡാണോ, നിങ്ങൾ ബോർഡാണെങ്കിൽ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കൂ. അങ്ങനെയൊക്കെ പറയുന്നതിൽ നമുക്ക് എന്തൊക്കെയാണ് അതിൽ ചതിക്കുഴികളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഗേൾസിന് ഫ്ലവേഴ്സ് കിട്ടുന്നു, പൈസ കിട്ടുന്നു. അപ്പോൾ കുറേ ബോയ്സ് അതിൽ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിറങ്ങുന്നു. അപ്പോൾ ഇറ്റ്സ് നോട്ട് വെരി ട്രാൻസ്പെറൻറ്റ്. പാവപ്പെട്ട ആപ്പുകൾ ചെയ്ത് ആൾക്കാർ ഇച്ചിരി സന്തോഷിച്ചോട്ടെ. പാവപ്പെട്ട ആപ്പോ എൻജോയ്മെന്റിന് വേണ്ടിട്ടല്ലേ, ലൈഫ് മൊത്തം സ്ട്രഗിൾസ് അല്ലേ. അപ്പൊ സോ ഇറ്റ്സ് എൻ എൻജോയ്മെന്റ്. മനസ്സിലായോ? ആ ഒരു സ്ട്രെസ് റിലീഫ് അല്ലേ ഈ ഡേറ്റിംഗ് ആപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇത്ര വലിയ തെറ്റാണോ? തെറ്റും ശരിയല്ല ശാരിക. ഇറ്റ്സ് അബൌട്ട് സേഫ്റ്റി. ഇവിടെ നടന്നു പോകുന്ന പെൺകുട്ടികൾ സേഫ് ആണോ? ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പെൺകുട്ടികൾ സേഫ് ആണോ? ട്യൂഷൻ കഴിഞ്ഞ് പോകുന്ന പെൺകുട്ടികൾ സേഫ് ആണോ? അവരൊക്കെ ഡേറ്റിംഗ് ആപ്പ് തല വെച്ചിട്ടാണോ സേഫ് അല്ലാതാകുന്നത്? കാം ഡൗൺ. അല്ല, കാം ഡൗൺ ആകുന്നു അല്ലാത്തതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഡോക്ടർ പറയുമ്പോൾ ക്ലിയർ ചെയ്ത് പറയും. ഡോക്ടർ എവിടെയോ ഏതാണ്ട് കടലിൽ ഒഴുകി പോകുന്ന ബോട്ടിനെ പോലെയാണ് ഡോക്ടർ ഇപ്പൊ സംസാരിച്ചത്. സമ്മതിക്കൂ ശാരിക. ഓക്കെ, പറയും. അരികെ പോലുള്ള പ്ലാറ്റ്ഫോംസ് ഇത്രയധികം സ്കാംസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഫ്രണ്ട് ആപ്പിൽ എനിക്ക് ടീനേജിൽ ഒരു ഇഷ്ടം വന്നിട്ട് ഒരാളുടെ കൂടെ പോകുന്ന കുട്ടികളുടെയൊക്കെ ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ കുട്ടികൾക്ക് എന്തെന്ന് വെച്ചാൽ പഠിക്കേണ്ട, ദർ ഇസ് എൻ ഈസി വേ ടു മേക്ക് മണി അല്ലേ? അങ്ങനെ ഒരു കാഴ്ചപ്പാട് അവരിൽ വരും. നമ്മുടെ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു വീട്ടിൽ ഒരു കസിനോട് നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നു, അയാൾ സേഫ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് തരുന്ന ഒരു പ്രതീക്ഷയില്ല. പക്ഷെ പറയുന്ന കുട്ടിയോ പറയുന്ന കസിനോ അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അയാൾ ചിലപ്പോൾ അവളെ ഫിസിക്കലി യൂസ് ചെയ്തേക്കാം. ഇപ്പോൾ ഒരുപാട് പോക്സോ കേസുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് നോട്ട് എവറിത്തിങ് ഇസ് ബിക്കോസ് ഓഫ് ദി ഡേറ്റിംഗ് ആപ്പ്. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ശനിദശ. ഞാൻ ശാരിക. ആൻഡ് ഐ എം ഡോക്ടർ ഗായത്രി. ശനിദശയിലേക്ക് സ്വാഗതം. ശനിദശയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡോക്ടർക്ക് തിരഞ്ഞെടുക്കാം. ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പുകൾ നിരോധിക്കണം. ഇപ്പോൾ ഒരു റീസെൻറ്റ് ട്രെൻഡാണല്ലോ ഈ ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പുകൾ വരുന്നത്. അപ്പോൾ അതിൽ ടിൻഡറൊക്കെ തുടങ്ങിയിട്ട് എന്താ പറയുക, നമ്മുടെ ലേറ്റസ്റ്റ് അരികെ തൊട്ട് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഫ്രണ്ട് ആപ്പ് വന്നിട്ടുണ്ട്. അതൊരു ഡേറ്റിംഗ് ആപ്പ് ആണോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ പേര് ഇതൊക്കെ ശരിക്കും ഡേറ്റിംഗ് ആപ്സ് എന്ന് പറയുന്ന ഒരു പേര് ഡേറ്റിംഗ് ഒരു ക്ലസ്റ്റർ ആയിട്ട് ഡോക്ടറുടെ ഒരു അഭിപ്രായം. ഡോക്ടർ ആരോടൊപ്പമാണ്? ഡേറ്റിംഗ് ആപ്സിനോടൊപ്പമാണോ, അനുകൂലിച്ചാണോ പ്രതികൂലിച്ചാണോ നിൽക്കുന്നത്? അതായത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വിച്ച് ഡേറ്റിംഗ് ആപ്പ്. ഇപ്പോൾ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഹാവ് ടോൾഡ് ഗുഡ് എക്സ്പീരിയൻസസ് അബൌട്ട് ടിൻഡർ, ബംബിൾ, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറേ പേര് പറഞ്ഞിട്ടുള്ള, പ്രത്യേകിച്ച് ആണുങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം ഇതെടുത്തു കഴിഞ്ഞാലും അവർക്ക് ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ. അതായത് ആ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യാനും ആ ഒരു ആപ്പിന് യൂസേജ് കിട്ടാൻ വേണ്ടിയിട്ടും പ്രീമിയം ആയിട്ടുള്ള ഇതെടുത്ത് ഒരുപാട് പൈസ ചിലവാക്കി കഴിഞ്ഞതിന് ശേഷം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഫ്രണ്ട് ആപ്പ് റീസെൻ്റ്ലി ഒരുപാട് വ്ളോഗേഴ്സ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതായത് അതിൽ എന്താ പറയുക, ഇത്ര പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു റോസസ് ഒക്കെ കിട്ടും, ആൺകുട്ടികൾ അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, അതൊരു എന്താ പറയുക, ഒരു ചാറ്റ് ചെയ്തിട്ട് ഹായ് പറയുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു എന്തോ ഒരു ചതിക്കണി അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് തോന്നുന്നത് ഡോക്ടറുടെ അഭിപ്രായം? എനിക്കതൊരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഓക്കെ, സംടൈംസ് നമ്മളിപ്പോൾ ഒരു വളരെ ബിസി സ്കെഡ്യൂളിലാണ് നിൽക്കുന്നത്, നമുക്കൊരാളെ മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അരികെ പോലുള്ളൊരു പ്ലാറ്റ്ഫോംസ് ഇത്രയധികം സ്കാംസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഫ്രണ്ട് ആപ്പിൽ എനിക്ക് ഐ ഹാവ് സം ഇഷ്യൂസ് വിത്ത് ദാറ്റ്. കാരണം അത് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരും അതിപ്പോൾ നമ്മുടെ ക്ലയൻസ്, ചെറിയ കുട്ടികളടക്കം ടീനേജേഴ്സ് അടക്കമൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവരത് പറയുമ്പോൾ അവർക്ക് അതിൽ നിന്നൊരു എന്താ പറയുക, ഒരു സേഫ്റ്റി കൺസേൺസ് അതിൽ നിന്ന് എനിക്ക് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് അധികം ആരുടെയും പേരൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ഇൻ ജനറൽ ആയിട്ട് കുറച്ച് ഇഷ്യൂസ് പറയണ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇഫ് യു ആസ്ക് മീ അരികെ പോലുള്ള ആപ്പുകൾ ഓക്കെ ആണെന്ന് ചോദിച്ചാൽ ഓക്കെ, ടു ആൻ എക്സ്റ്റെൻഡ് ഇറ്റ്സ് ഓക്കെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, പക്ഷെ ഡേറ്റിംഗ് ആപ്സിൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഡേറ്റിംഗ് ആപ്പ് ഒന്നും ഇല്ലെങ്കിലും ഈ ഡേറ്റിംഗ് ആപ്പ് ഇപ്പൊ കുറച്ചല്ലേ ആയിട്ടുള്ളൂ വന്നിട്ട്. ഈ ഡേറ്റിംഗ് ആപ്പിലൂടെ അല്ലല്ലോ ഇപ്പൊ ആൾക്കാരൊന്നും പരിചയപ്പെടുകയും ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ പോയി പെടുകയും ചെയ്തത്. ഈ മാറുന്ന ലോകത്തിൽ സത്യത്തിൽ ഡേറ്റിംഗ് ആപ്പ് ഒരു ആവശ്യം തന്നെ അല്ലേ?
മാറുന്ന ലോകത്തിൽ ഡേറ്റിംഗ് ആപ്സ് ആവശ്യമുണ്ട്. പക്ഷേ ഈ പറയണ പോലെ ചതിക്കുഴികള് മാറുന്ന ലോകത്തിൽ ചതിക്കുഴികളും പല രീതിയിലായിരിക്കും ചതികൾ വരുന്നത്. നേരിട്ട് പരസ്പരം ചതി കിട്ടുന്ന ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ വേറെ ഏത് സോഷ്യൽ മീഡിയയിലൂടെ വാലിഡ് ക്വസ്റ്റ്യൻ ആണ് അത്, വളരെ വാലിഡ് ക്വസ്റ്റ്യൻ. പിന്നെ ഡേറ്റിംഗ് ആപ്പ് എങ്ങനെയാണ് പണി തരിക? അപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ഡേറ്റിംഗ് ആപ്പിലൂടെ ചിലതൊന്നും അത്ര ജെനുവിൻ അല്ല, ചതിയിൽ പെടാമെന്നൊക്കെ പറഞ്ഞല്ലോ. അല്ല, ചതി എവിടെയുണ്ട്, അത് ശരിയാണ്. ഡോക്ടർ ആ ഒരു തീരുമാനം പറയില്ലേ? എല്ലാ ആപ്പുകളും ഓക്കെ ആണെന്നല്ല നമ്മൾ പറയുന്നത്. ചില ആപ്പുകൾ ഇറ്റ്സ് ഓക്കെ, ചില ആപ്പുകൾ ഇറ്റ്സ് പ്രോബ്ലമാറ്റിക്. അതിലൊരു ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഫ്രണ്ട് ആപ്പ്, പിന്നെ കുറേ ആപ്സ് ഇങ്ങനെ നിങ്ങൾ ബോർഡാണെങ്കിൽ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കൂ അങ്ങനെയൊക്കെ പറയുന്നതിൽ നമുക്ക് എന്തൊക്കെയാണ് അതിൽ ചതിക്കുഴികളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫോർ ഇൻസ്റ്റൻസ് എന്താ പറയുക, ഈ ഫ്രണ്ട് ആപ്പിൽ തന്നെ ഒരുപാട് പേര് റിയാക്ഷൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതായത് സ്ത്രീകൾക്ക്, ഗേൾസിന് ഫ്ലവേഴ്സ് കിട്ടുന്നു, പൈസ കിട്ടുന്നു. അപ്പോൾ കുറേ ബോയ്സ് അതിൽ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിറങ്ങുന്നു. അപ്പോൾ ഇറ്റ്സ് നോട്ട് വെരി ട്രാൻസ്പെറൻറ്റ്. ഡോക്ടർ, ഈ ഡേറ്റിംഗ് ആപ്സ് എന്ന് പറയുന്ന ആരെയും കൈ കെട്ടിയിട്ടിട്ട് അവിടെ പോയി അവരെ നിർബന്ധിച്ചതിനകത്ത് ചെയ്യിക്കുന്നൊന്നും അല്ലല്ലോ. സ്വഭാവത്തോടെ അല്ലേ ഈ അരികെ ആയാലും ഈ പറയുന്ന എന്ത് ആപ്പ് തന്നെ ആയാലും അത് ഡേറ്റിംഗ് ആപ്പ് ആണെന്നും അതിനകത്ത് ഓപ്പോസിറ്റ് സെക്സിനെ ആയിരിക്കും അല്ലെങ്കിൽ സെയിം സെക്സിനെ ആയിരിക്കും പരിചയപ്പെടുത്തുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലേ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഹായ് കൊടുത്ത് തിരിച്ച് ഹായ് മേടിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ചതിക്കുഴിയാവുന്നേ? അല്ല, ഞാൻ പറയുന്നത് you need to analyze which profile that you are going to use. ഏത് പ്രൊഫൈലാണ് നമ്മൾ, ഏത് പ്ലാറ്റ്ഫോമിൽ നമ്മൾ എങ്ങനെ സംസാരിക്കണമെന്ന് നോക്കണം. ഇപ്പോൾ എന്ത് കാര്യങ്ങളാണെങ്കിലും, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമുക്ക് ലെറ്റ് സ്പീക്ക് അബൌട്ട് AI, എല്ലാ സാധനങ്ങളും ഇഫ് യു നോ ഹൗ ടു യൂസ് ഇറ്റ് ഇറ്റ്സ് ഓക്കെ. ബട്ട് ഇഫ് യു ആർ, ഇപ്പോൾ ChatGPTയുടെ കാര്യം നമുക്ക് എടുക്കാം. ഈ ChatGPTയുടെ അടുത്തും ഓൺലൈനായിട്ട് നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യണത്തും അയാളുടെ അടുത്ത് നമ്മുടെ ChatGPT നമുക്ക് ഒരിക്കലും ഡേറ്റിംഗ് ആപ്പിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഐ ആം ജസ്റ്റ് സേയിങ് ദാറ്റ് ആസ് എ മെറ്റഫർ. അതായത് ഇപ്പോൾ നമ്മൾ കമ്മിങ് ബാക്ക് ടു ഡേറ്റിംഗ് ആപ്പ്, നമ്മൾ ഈ ഡേറ്റിംഗ് ആപ്പിൽ പരിചയപ്പെടുന്ന എല്ലാവരുടെ അടുത്തും നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, നമ്മുടെ ആധാർ കാർഡ്, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇത് മുഴുവൻ പറഞ്ഞു കൊടുത്ത് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഡേറ്റിംഗ് ആപ്സ് മാറുന്ന സൊസൈറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ് ഡേറ്റിംഗ് ആപ്സ്. ഡേറ്റിംഗ് ആപ്പിനെ നേരത്തെ ഡോക്ടർ പറഞ്ഞ് അനുകൂലിക്കുന്നില്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. സം ഡേറ്റിംഗ് ആപ്സ് ആർ നോട്ട് ഓക്കെ, സം ഡേറ്റിംഗ് ആപ്സ് ആർ ഓക്കെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഡേറ്റിംഗ് ആപ്സ് ഉപയോഗിച്ചിട്ട് അവനവന്റെ പാർട്ട്നേഴ്സിനെ കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, പക്ഷെ ഇറ്റ്സ് വെരി വെരി റെയർ. ഇപ്പൊ അതിപ്പോ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ തന്നെ അല്ലേ? ഇപ്പൊ എത്ര പേരാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രണയിക്കുന്നത്? അവരൊക്കെ അങ്ങ് കല്യാണം കഴിച്ച് പോവാന്നോ? അല്ലല്ലോ. അതുപോലെ ഫേസ്ബുക്കിലൂടെ എത്ര പേരാണ് പരിചയപ്പെടുത്തി പ്രണയിക്കുന്നത്? അതിനെയൊക്കെ നമുക്ക് അങ്ങനെ ഒരിക്കലും കല്യാണത്തിൽ എത്തിക്കും അല്ലെങ്കിൽ നേരെ നമുക്ക് ഒരു പാർട്ട്ണറെ കണ്ടെത്താൻ പറ്റുമെന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ടല്ലേ? ലൈഫ് മൊത്തം സ്ട്രഗിൾസ് അല്ലേ? അപ്പൊ സോ ഇറ്റ്സ് എൻ എൻജോയ്മെന്റ്. ഈ പറയുന്നത് മനസ്സിലായോ? ആ ഒരു സ്ട്രെസ് റിലീഫ് അല്ലേ ഈ ഡേറ്റിംഗ് ആപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഇത്ര വലിയ തെറ്റാണോ? തെറ്റും ശരിയല്ല ശാരിക. ഇറ്റ്സ് അബൌട്ട് സേഫ്റ്റി. ചില ആൾക്കാര് എന്താ പറയുന്നത്, ഡേറ്റിംഗ് ആപ്സിൽ എന്ത് സേഫ്റ്റിയാണ് ഡോക്ടർ? എന്തൊക്കെയാ പറഞ്ഞു? സേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഡോക്ടർ? ഇവിടെ നടന്നു പോകുന്ന പെൺകുട്ടികൾ സേഫ് ആണോ? ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പെൺകുട്ടികൾ സേഫ് ആണോ? കൊച്ചു പെൺകുട്ടികൾ സേഫ് ആണോ? ട്യൂഷൻ കഴിഞ്ഞ് പോകുന്ന പെൺകുട്ടികൾ സേഫ് ആണോ? അവരൊക്കെ ഡേറ്റിംഗ് ആപ്പ് തല വെച്ചിട്ടാണോ സേഫ് അല്ലാതാകുന്നത്? കാം ഡൗൺ. അല്ല, കാം ഡൗൺ ആകുന്നു അല്ലാത്തതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഡോക്ടർ പറയുമ്പോൾ ക്ലിയർ ചെയ്ത് പറയൂ. ഡോക്ടർ എവിടെയോ ഏതാണ്ട് കടലിൽ ഒഴുകി പോകുന്ന ബോട്ടിനെ പോലെയാണ് ഡോക്ടർ ഇപ്പൊ സംസാരിച്ചത്. സമ്മതിക്കൂ ശാരിക. ഓക്കെ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ there are safety concerns everywhere. പക്ഷെ നമ്മളിപ്പോ സംസാരിക്കുന്ന ടോപ്പിക് ഡേറ്റിംഗ് ആപ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡേറ്റിംഗ് ആപ്സിന്റെ സേഫ്റ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡേറ്റിംഗ് ആപ്സിന്റെ സേഫ്റ്റിയെ കുറിച്ച് പറയുമ്പോൾ സേഫ്റ്റിനെസ് നമുക്ക് എവിടെ അഷ്യൂർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. സേഫ്റ്റിനെസ് എവിടെയാ? ഡോക്ടർ പറഞ്ഞു ചില ആപ്പുകൾ അൺഹെൽത്തി അല്ല, ചില ആപ്പുകൾ ഹെൽത്തിയാണ്. എവിടെയാണ് നമുക്ക് ഹെൽത്തി ആയിട്ടും അൺഹെൽത്തി ആയിട്ടൊക്കെ അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? when you are interacting with someone online, you need to keep your boundaries. You cannot tell them every single detail. ഓക്കെ, അതിപ്പോ ഡോക്ടർ ഓൺലൈൻ ഡേറ്റിംഗ് ആപ്സിന്റെ കാര്യം പറയുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു വീട്ടിൽ ഒരു കസിനോട് നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നു അയാൾ സേഫ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് തരുന്ന ഒരു പ്രതീക്ഷയില്ല. പക്ഷെ പറയുന്ന കുട്ടിയോ പറയുന്ന കസിനോ അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അയാൾ ചിലപ്പോൾ അവളെ ഫിസിക്കലി യൂസ് ചെയ്തേക്കാം. അപ്പൊ അവിടെ സേഫ് ആണോ? ആണ് സേഫ് അല്ലാന്ന് സേഫ് ആണെന്ന് ആരാ പറഞ്ഞത്? എല്ലാ സ്ഥലത്തും ഇപ്പൊ ഒരുപാട് പോക്സോ കേസുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് നോട്ട് എവറിത്തിങ് ഇസ് ബിക്കോസ് ഓഫ് ദി ഡേറ്റിംഗ് ആപ്സ്. ബട്ട് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഓൺലൈൻ ഡോക്ടർ തന്നെ പറയുന്നു ചില ആപ്പുകൾ അൺഹെൽത്തി ആണ്, ചില ആപ്പുകൾ ഹെൽത്തി ആണ്. അപ്പൊ ഡോക്ടർക്ക് ഇഷ്ടമുള്ള ആപ്പുകളൊക്കെ ഹെൽത്തിയും ഡോക്ടർക്ക് ഇഷ്ടമില്ലാത്ത ആപ്പുകളൊക്കെ അൺഹെൽത്തി ആണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഡേറ്റിംഗ് ആപ്സ് ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. ഐ എം ഹാപ്പിലി മാരീഡ്. പിന്നെ എങ്ങനെ പറയാൻ സാധിക്കുന്നു ഡോക്ടർ? അപ്പൊ ഇതിനെ കുറിച്ചൊന്നും പഠിക്കാതെ ചുമ്മാ അങ്ങ് കടലിൽ കല്ലെറിയുന്ന പോലെ സംസാരിക്കുകയാണോ? ഡോക്ടർ പഠിച്ചിട്ടോ ഡോക്ടർ ഇതൊക്കെ? എന്റെ ശാരിക, എനിക്ക് സൈക്കോളജിസ്റ്റ് എന്നല്ലേ പറഞ്ഞേ? എനിക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലേ? മനസ്സിലായി.
അബ്യൂസീവ് കമ്മ്യൂണിക്കേഷൻസ് ആർ നോട്ട് വെൽക്കം. ഇഫ് യു ഇതിൽ എന്താണ് അബ്യൂസീവ്നെസ് എന്ന് അത് ചോദിക്കുന്നത്? ഷാരിക്ക് മനസ്സിലാവുന്നില്ല. ഷാരിക്ക് ഡോക്ടർക്ക് അബ്യൂസീവ് എന്ന് തോന്നിയ ഡോക്ടർ എന്താ ചെയ്യുന്നത്? സാധാരണ എനിക്കിത് പറ്റത്തില്ല, ഞാൻ ഇവിടെ നിർത്തുവാണെന്നല്ലേ പറയാം. ഡോക്ടർ ചിരിച്ചോണ്ടാണല്ലോ ഇരിക്കുന്നത്. അത് ഞാൻ കാമായിട്ടാണ് കാര്യങ്ങൾ, അല്ലാണ്ട് എനിക്ക് ശാരികയെ പോലെ ഇങ്ങനെ ഒച്ചെടുത്ത് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഓ അങ്ങനെ, ഇതിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ശാരിക അതൊരു സത്യാവസ്ഥ. ശരി ശരി, കം ടു ദ ടോപ്പിക്. എന്താണ് ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? എനിക്ക് കൃത്യമായിട്ടൊരു മറുപടി തരൂ. അല്ലെങ്കിൽ ഏത് പോയിന്റിലാണ് ഡോക്ടർ നിൽക്കുന്നതെന്ന് പറയും. ഞാൻ എന്താ പറയുന്നതെന്ന് പറയുമ്പോൾ ശാരിക ആ ക്വസ്റ്റിന് റെസ്പോൺസ്, ഞാൻ ആ പറയുന്ന റെസ്പോൺസ് കേൾക്കാണ്ട് ശാരിക പിന്നെയും അൺറിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡോക്ടർ പറയുന്ന ആ ഒരു കാര്യത്തെ ഞാൻ അങ്ങോട്ട് ക്ലാരിഫൈ ചെയ്ത് തരുവാണ് ഡോക്ടർക്ക് ചെയ്യുന്നത്. ശരി, ശാരിക എന്താണ് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്? ഡോക്ടർ പറയുന്നു അൺഹെൽത്തി, ചില ആപ്പുകൾ ഹെൽത്തി ആണ്, ചില ആപ്പുകൾ അൺഹെൽത്തി ആണ്. ഞാൻ ചോദിക്കുന്ന പോലെ ഈ ആപ്പുകളാണോ ഈ നമ്മുടെ സമൂഹത്തെ വഴിതെറ്റിക്കുന്നത്? അല്ലല്ലോ. ആപ്പിൽപ്പെട്ട ആൾക്കാരാണോ റേപ്പ് ചെയ്യപ്പെടുന്നതും ഈ പറയപ്പെടുന്ന റോങ് മാരേജിൽ പെടുന്നതും ആപ്പ് തട്ടിക്കൊണ്ടു പോകുന്നതും? എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നിങ്ങൾ സംസാരിക്കുക, നമ്മളിപ്പോ സംസാരിക്കുന്നത് ആപ്പുകൾ ചെയ്ത് ആൾക്കാർ ഇച്ചിരി സന്തോഷിച്ചോട്ടെ. പാവപ്പെട്ട ആപ്പോ ഐ മീൻ ആ ഒരു സന്തോഷമല്ലേ ആൾക്കാർക്ക് തരുന്ന ഈ ഡേറ്റിംഗ് ആപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ ടീനേജിലുള്ള അങ്ങനെയാണെങ്കിൽ എല്ലാം നിരോധിക്കണ്ടേ? ഫേസ്ബുക്കും യൂട്യൂബും ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം ഒക്കെ ആദ്യം നിരോധിക്കണ്ടേ? അതൊരു അൺഹെൽത്തി അല്ലേ കംപ്ലീറ്റ് ആയിട്ടും? അതിപ്പോ നമ്മൾ ഇവിടെ ഈ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ചാനലിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് നിരോധിക്കാൻ നമുക്ക് പറ്റുമോ? അല്ല, നമ്മൾ മാർക്ക് സുക്കർബർഗിനെ കാണുന്ന കാര്യമല്ല പറയുന്നത്. നമ്മൾ സജഷൻസ് പറയാം, നമ്മൾ ഈ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ നടന്ന ലാസ്റ്റ് ഇന്റർവ്യൂ പോലും പാവപ്പെട്ട യൂട്യൂബും എന്താ പറയാ ഇൻസ്റ്റാഗ്രാം ഒക്കെ കൂടി അല്ലേ നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ. അല്ല, അതവിടെ നിൽക്കട്ടെ, അതൊക്കെ അവർക്ക് സൗകര്യം കണ്ടാൽ മതിയെന്ന് നമ്മൾ നിർബന്ധിക്കുന്നില്ലല്ലോ. അവർക്ക് ഇഷ്ടമുള്ള ചാനൽസ് ഒക്കെ ഇല്ലേ, കാണട്ടെ. കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ച പോലെയുള്ള അതേ കാര്യം. നമ്മൾ ഒരു കാര്യം സംസാരിക്കുമ്പോഴത്തേക്കും ഒരാൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് എന്താ പറയാനുള്ളത് എനിക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ള സമയമല്ലാണ്ട് ശാരിക എന്തൊക്കെയോ പറഞ്ഞ് ശാരിക്ക് അതങ്ങ് ജയിക്കാൻ നോക്കണം. ഇവിടെ നമ്മൾ ജയവും തോൽവി അല്ല ഡോക്ടർ. ഞാൻ പറയുന്നത് ഡോക്ടർക്ക് മനസ്സിലാവുന്നില്ലേ? ഡോക്ടർ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, അതാണ് സത്യം. ഡോക്ടർ എന്തൊക്കെയോ പറയുന്നു, എടുത്ത ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാതെ ഡോക്ടർ ഞാനെനിക്ക് ചെവി കേൾവില്ലേ, നന്നായിട്ട് ലിസൺ ചെയ്യുന്നുണ്ട്. ഞാൻ കറക്റ്റ് ഡോക്ടർ പറയുന്ന പോയിന്റ് പകുതിക്ക് വെച്ച് സംസാരിക്കാൻ കാര്യം ഡോക്ടർ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ്. ഡോക്ടർ ഏതിലേക്കാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. എനിക്ക് കുറച്ചൊക്കെ സൈക്കോളജി ഒക്കെ അറിയാൻ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഫോർ ഓൾ ദ സൈക്കോളജി പ്രൊഫഷണൽസ്, സൈക്കോളജി പഠിക്കാണ്ട് ആർക്കും ആ ജോലി ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും സൈക്കോളജിസ്റ്റുകളാവാം. കമ്മിങ് ടു ദി ടോപ്പിക്, ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റിംഗ് സൈക്കോളജി പഠിച്ചിട്ടാണല്ലോ ഓരോരുത്തരുടെ മനസ്സ് മനസ്സിലാക്കുന്നത്. പോ ഡോക്ടർ, എന്തൊക്കെയാ ഡോക്ടർ എന്ന് പറയുന്നത്? ശാരികയുടെ അടുത്ത് ഒരു കാര്യം സമാധാനമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഈസ് യുവർ പേഴ്സണാലിറ്റി, അണ്ടർസ്റ്റുഡ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റിംഗ് ആപ്സിലും അല്ലാതെ ഒക്കെ അപകടം വരാം. പക്ഷെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റിംഗ് ആപ്സിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അതില് ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ കഴിഞ്ഞ ഇന്റർവ്യൂവിലും പറഞ്ഞു, ഞാനൊരു മെന്റൽ ഹെൽത്ത് അഡ്വക്കേറ്റ് ആണ്. അപ്പൊ എനിക്ക് പല രീതിയിലുള്ള കൺസേൺസും ഞാൻ പല ആൾക്കാരെയും കാണുന്നുണ്ട്. എനിക്ക് അവരുടെ ഡീറ്റെയിൽസും ശ്രദ്ധിക്കും. ആദ്യം കോൺഫിഡൻഷ്യാലിറ്റി കാരണം എനിക്കൊന്നും പറയാൻ പറ്റില്ല. പല രീതിയിലുള്ള സിറ്റുവേഷൻസിൽ ആൾക്കാർക്ക്, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, ഇപ്പൊ ഡേറ്റിംഗ് ആപ്പ് വെച്ചിട്ടല്ല പല കുട്ടികളും ടീൻ പ്രഗ്നൻസി ഒക്കെ ഇപ്പൊ ഉണ്ടാവുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോ കുട്ടികൾക്ക് ഈസി സോഴ്സ് ഓഫ് മണി ചില ഡേറ്റിംഗ് ആപ്പിലൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇപ്പൊ തന്നെ നമ്മൾ നമ്മുടെ ചുറ്റും നമ്മൾ നോക്കുമ്പോൾ ഈ എന്താ പറയാ ടീനേജിൽ ഒരു ഇഷ്ടം വന്നിട്ട് ഒരാളുടെ കൂടെ പോകുന്ന കുട്ടികളുടെയൊക്കെ ഇന്റർവ്യൂ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ കുട്ടികൾക്ക് എന്തെന്ന് വെച്ചാൽ പഠിക്കണ്ട, ദർ ഇസ് എൻ ഈസി വേ ടു മേക്ക് മണി അല്ലെ, അങ്ങനെ ഒരു കാഴ്ചപ്പാട് അവരിൽ വരും. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവര് ആ ഒരു ഈസി വേയിൽ പോയി അവരുടെ സ്കിൽസും കാര്യങ്ങളും ഒന്നും ഡെവലപ്പ് ചെയ്യാതെ ലൈഫ് സിമ്പിൾ ആക്കുന്ന രീതിയിൽ ഇപ്പൊ പെൺകുട്ടികൾക്കാണ് ആ ആപ്പിൽ റോസ് കിട്ടുന്നതും പൈസ കിട്ടുന്നതും ഒക്കെ. എത്ര യൂട്യൂബേഴ്സ് അതിനെ ചൊല്ലി റിയാക്ട് ചെയ്തിട്ടുണ്ട്, ക്രിട്ടിക്സ് ഒന്നും അങ്ങനെയുള്ള ഒരുപാട് പേജുകൾ അതിനെ കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഈ യൂട്യൂബേഴ്സിനെ കുറിച്ച് നമ്മൾ പറയാതിരിക്കാൻ നല്ലത്. യൂട്യൂബേഴ്സ് ആദ്യം ഇഷ്ടം പോലെ പൈസ ഈ പറയുന്ന ആപ്പുകാരുടെ നിന്ന് വാങ്ങിക്കുന്നു, വലിയ ചിരിച്ചു കളിച്ചൊക്കെ ഈ പറയുന്ന ഫേമസ് ആയിട്ടുള്ള പല യൂട്യൂബേഴ്സും വന്ന് ചിരിച്ചു കളിച്ചിട്ട് അരികെ മനോഹരമായിരിക്കും, നിങ്ങൾക്ക് ബോറടിക്കുന്നു എങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യൂ. തനി മലയാളി അല്ലെങ്കിൽ ഏതോ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഏതോ ആയിക്കോട്ടെ, അവര് തെറ്റായിരുന്നു എന്ന് പറഞ്ഞ അവര് മാത്രമാണ് തെറ്റാണെന്ന് പറഞ്ഞ കറക്ഷൻ വീഡിയോ ആക്കി വന്നത്. ബാക്കി മിക്കവരും അതിനെ കുറിച്ച്
സംസാരിച്ചില്ല. ബിക്കോസ് അവർക്ക് കിട്ടേണ്ടത് ആദ്യം പോക്കലോട്ട് കിട്ടി, എന്നിട്ട് ചിരിച്ചു കളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴെന്താ അവർ ചിന്തിച്ചില്ലേ? അപ്പോഴെന്താ അവർക്ക് അങ്ങനെ തോന്നിയില്ലേ? പക്ഷെ ഇതൊക്കെ ഒരുതരം കളിയാണ്, ഇതൊക്കെ ഒരുതരം എന്താ പറയുന്നത്, പൈസയുടെ ഒരു കളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അവർ പൈസ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഓഹോ എന്ന് വെക്കും, പൈസ കൊടുത്തില്ലെങ്കിൽ ഏഹേന്ന് വെക്കും. അതൊക്കെ തന്നെ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യൂട്യൂബേഴ്സിനെ കുറിച്ചൊക്കെ ഭയങ്കര കംപ്ലൈന്റ്സ് ആണ്. ഇപ്പൊ കഴിഞ്ഞ ഈ പറയുന്ന പോലെ നമ്മുടെ സ്കാം, ലോട്ടറി സ്കാം ഒക്കെ പറഞ്ഞ് യൂട്യൂബേഴ്സ് ആണ് ഇപ്പൊ ആൾക്കാരുടെ ഇടയിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ചിന്തിക്കുന്നത്. യൂട്യൂബേഴ്സിന് ആൾക്കാർ വിശ്വസിച്ച് പോകുന്നതാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ആരെക്കുറിച്ച് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ഇപ്പൊ യൂട്യൂബ്, നേരത്തെ സെലിബ്രിറ്റീസ് ഇപ്പൊ ലാലേട്ടൻ അല്ലെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ പൃഥ്വിരാജിനെ പോലുള്ള ആൾക്കാരെ നോക്കുമായിരുന്നു പരസ്യങ്ങൾ ചെയ്യുമ്പോൾ. പക്ഷെ ഇന്ന് അതല്ല. ഇന്നത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ പരസ്യങ്ങൾ കൂടുതലും വരുന്നത് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റിലേക്ക് വരുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. പറയട്ടെ ഷാരിക, ഞാൻ പറയുന്നത് ഈ സ്കാംസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഫെയർനെസ് സ്കീംസും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ദർ ആർ പീപ്പിൾ ഹു റിയാക്ട് ടു സച്ച് കണ്ടന്റ്സ് ആൻഡ് ദേ സേ ദാറ്റ് ഇങ്ങനെയുള്ള ആപ്പ് അവർക്ക് പൈസ കൊടുത്തിട്ട് അവർ വന്നിരുന്നു. 1-2 നല്ല പേജുകളൊക്കെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഇപ്പം ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം, യെസ് ഫോർ അഭിജിത്തോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ എന്താ പറയുക, നമ്മളിപ്പോൾ റീസെന്റ് കണ്ടിട്ടില്ലേ, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ, അതൊക്കെ എക്സ്പോസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. സോ ഇനിയിപ്പോ തനി മലയാളി അവര് അത് ഈ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്തു, അത് തെറ്റാണെന്ന് മനസ്സിലായി, അവര് വന്ന് സോറി പറഞ്ഞു. ഓക്കെ, അത് നമുക്കറിയാം. അതല്ല അവര് മാത്രമല്ല അപ്രീഷിയേറ്റബിൾ തന്നെയാണ്. അത് നമ്മൾ ആരും നോ എന്ന് പറയുന്നില്ല. മറ്റുള്ളവര് ചെയ്തിട്ടില്ല. അവരെക്കാളും പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ ഇത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവരാരും അതിനെ കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. തെറ്റാണ്. അപ്പോ ഞാനത് ചോദിക്കട്ടെ, ഈ ഡോക്ടറുടെ ഒരു സ്റ്റാൻഡ് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഈ ആപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന ഒന്നാണെന്നാണ്. ഐ മീൻ ഡേറ്റിംഗ് ആപ്പുകൾ നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന. അതിനൊരു റെഗുലേഷൻ വേണം. ഇവിടെ ആർക്കും എന്ത് വേണമെങ്കിലും റിലീസ് ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റ് പാടില്ല. അതുപോലെ യൂട്യൂബേഴ്സ് ഇപ്പൊ പ്രൊമോട്ട് ചെയ്യുമ്പോൾ പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമായിട്ടുള്ള ഒരു റൂൾ വന്നിട്ടില്ലേ? അതുപോലെ ഒരു പ്രോഡക്റ്റ് എന്തുകൊണ്ട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ വൈറ്റനിങ് ക്രീംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു ബ്ലോഗർ പറയുമ്പോൾ ടീനേജിലൊക്കെ ഉള്ള കുട്ടികൾ ദേ ഗെറ്റ് ബ്ലൂം ബൈ ഇറ്റ് ആൻഡ് ദേ വിൽ സ്റ്റാർട്ട് യൂസ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ കുട്ടികൾക്കും ഒരു അവരുടേതായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനും. ഇപ്പൊ നമ്മൾ കൂടുതൽ കൺട്രോൾ ചെയ്തിട്ട് ഇതൊന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ പിള്ളേർ കേൾക്കില്ല. നേരെ മറിച്ചിട്ട് നമ്മൾ പേരൻസ് ആണെങ്കിലും എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ, അതിൽ ആ ആഡിന്റെ ഒക്കെ ഒരു പ്രൊമോഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സംസാരിക്കാൻ ആരുമില്ലേ എങ്കിൽ ഈ ഫ്രണ്ട് ആപ്പിലേക്ക് വരൂ. അപ്പൊ ആൾക്കാരുടെ ലോൺലിനെസ്സും ആൾക്കാരുടെ ഇപ്പൊ വീട്ടിൽ സത്യമല്ലേ, അതൊരു സത്യമായ കാര്യമല്ലേ? ഇന്ന് ആരാണ് കുട്ടികളോട് സംസാരിക്കുന്നത്? സമൂഹം മാറ്റുന്ന ഒരു കാര്യമല്ലേ? നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ജനറലൈസ് ചെയ്തെങ്കിലും ഒരു 70% വീടുകൾ നമ്മളൊരു ചർച്ചയ്ക്ക് ചെല്ലുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, അതിനൊരു ലിസ്റ്റ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 70% കുട്ടികൾ അവിടെ ഒറ്റയ്ക്കാണ്. ഇല്ലില്ല, സെൻസസ് റിപ്പോർട്ട് വഴി നമുക്ക് പേരൻസ് കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുന്നതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇഫ് യു ആർ ഡൂയിങ് എ റീസെർച്ച് അബൌട്ട് ഇറ്റ്, മനസ്സിലായോ? റീസെർച്ച് ഓർ പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ എടുക്കുവാണെങ്കിൽ, ഞാൻ പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ എടുക്കാൻ പോകുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ട് അവരോട് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയോട് മിണ്ടാറില്ല, അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ ആരോടും സംസാരിക്കാനില്ല, അവരെ ഡേറ്റിംഗ് ആപ്പുകൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നത്തെ താങ്കൾ പറഞ്ഞ അപകടം ഇരിക്കുമ്പോൾ ഞാനൊന്ന് ചോദിക്കുന്നത്, നമ്മൾ ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് അപകടങ്ങളൊന്നും ഇല്ലാത്തൊരു നന്മ നിറഞ്ഞ ലോകത്തായിരിക്കണം നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താണ് ഡോക്ടർ ആപ്പിന് പുറത്ത് അപകടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആപ്പിന്റെ ഉള്ളിലെ അപകടം നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൊസൈറ്റിയിൽ ഒരുപാട് രീതിയിൽ ഇപ്പൊ നമ്മൾ റീസെന്റ് കണ്ടില്ലേ പോക്സോ കേസൊക്കെ, ഒരു കുട്ടിയുടെ എന്താ പറയുക, അച്ഛൻ്റെ ബ്രദർ തന്നെയാണ്. അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഷാരിക. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡേറ്റിംഗ് ആപ്സും അതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ചില ആപ്പുകൾ നമ്മൾ യൂസ് ചെയ്യാനേ പാടില്ല. അത് എനിക്കിഷ്ടമുള്ള ആപ്പ് എന്നല്ല ഞാൻ പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് ആ ആപ്പിൻ്റെ ഒരു ഒത്തൻറ്റിസിറ്റി ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ക്ലയൻസ് പറഞ്ഞിട്ടുള്ള കുറേ പേര് നല്ല റിലേഷൻഷിപ്പ് ഒക്കെ കിട്ടിയ ആൾക്കാരുണ്ട്. വേറെ ചിലർ പറഞ്ഞിട്ടുണ്ട് ആ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവരെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഇത് ആൺകുട്ടികൾ പെൺകുട്ടികളെ സ്റ്റോക്ക് ചെയ്യണമെന്നുള്ളത് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, പെൺകുട്ടികൾ ആൺകുട്ടികളെ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ക്ലയൻസിന്റെ പേരും അതൊന്നും എനിക്ക് പറയാൻ പാടില്ല. ഓക്കെ, എന്തായാലും ഈ സബ്ജക്റ്റിന് ഒരു ക്ലാരിഫിക്കേഷൻ ഡോക്ടർ തന്നിട്ടില്ല. ഡോക്ടർ ഇങ്ങനെ പല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അതിങ്ങനെ പല തരത്തിൽ തെന്നി പോകുന്നു. ഇപ്പോഴും ഡോക്ടർ കൺക്ലൂഷൻ എത്തിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക് ഇവിടെ തൽക്കാലം നിർത്താം. എനിക്ക് പറയാനുള്ള രീതിയിൽ ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ശാരിക എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആൻസർ ചിലപ്പോൾ തരാൻ കഴിഞ്ഞില്ല. ശരി ശരി, നന്ദി.